പ്രകാശമേ മിഴി തുറക്കുക വേഗം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 28 ചൊവ്വാഴ്ച വിശുദ്ധ തോമസ് അക്വീനാസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. മത്തായി എഴുതിയ സുവിശേഷം 5-ാമത്തെ അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ വായനയ്ക്കായി നിർദ്ദേശിച്ചിരിക്കുന്നത്. ആ ഭാഗം ഞാനൊന്ന് വായിക്കട്ടെ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉറ കെട്ടുപോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറ കൂട്ടും? പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല. നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നിങ്ങൾ വെളിച്ചമാണ്. സ്നേഹമുള്ളവർ, ഇന്ന് വിശുദ്ധ തോമസ് അക്വീനാസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. സഭയിൽ ഏറ്റവും അറിയപ്പെടുന്ന ഏറ്റവും വലിയ തിയോളോജിയനാണ് തോമസ് അക്വീനാസ്. ഒരേ സമയം ദൈവശാസ്ത്രവും തത്വശാസ്ത്രവും സംയോജിപ്പിച്ച തോമസ് അക്വീനാസ് ജനിച്ചത് നേപ്പിൾസ്, തെക്കേ ഇറ്റലിയിൽ നേപ്പിൾസിനടുത്തുള്ള റോക്ക സേക്ക എന്ന പട്ടണത്തിലാണ്. 1225 മുതൽ 1274 വരെ അദ്ദേഹം ജീവിച്ചു. വെറും 49 വയസ്സ്. ഇന്നും അറിയപ്പെടുന്ന ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞനാണ് തോമസ് അക്വീനാസ്. ആ തോമസ് അക്വീനാസിൻ്റെ ദിവസത്തിനാൾ ആഘോഷിക്കുന്ന ദിവസം നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമായിരിക്കണം. ലോകത്തിന് പ്രകാശമാവുക. നമുക്കറിയാം, ചുറ്റുപാടും അന്ധകാരം വ്യാപിക്കുകയാണ്. മനോഭാവങ്ങളിൽ, ചിന്താഗതികളിൽ ഭയം, എല്ലായിടത്തും അന്ധകാരം വ്യാപിക്കുകയാണ്. ഭാവി ഇരുളടഞ്ഞതാകുന്നു, എല്ലാം നശിക്കുന്നു പോകുന്ന സാഹചര്യത്തിൽ ഇവിടെ പ്രകാശം ഉണ്ടാകണം. നിങ്ങൾ ലോകത്തിന് പ്രകാശമാണ്. പ്രകാശം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പ്രകാശം, ആ പ്രകാശം നമ്മളിലൂടെ പ്രസരിക്കാൻ നമ്മൾ സാധിക്കണം. നമ്മുടെ ചിന്താഗതിയിൽ, നമ്മുടെ മനോഭാവത്തിൽ, കാഴ്ചപ്പാടുകളിൽ, ജീവിതശൈലിയിൽ അത് സ്നേഹത്താൽ പ്രചോദിതമാകണം. എല്ലാവരെയും സ്നേഹിതരായി കാണുന്ന, എല്ലാവരെയും സഹോദരങ്ങളായി കാണുന്ന, ദൈവത്തെ പിതാവായി കാണുന്ന ആ ഒരു മനോഭാവം നമുക്കുണ്ടാകണം. അത് മറ്റുള്ളവരിൽ വിശ്വാസവും സ്നേഹം ജനിപ്പിക്കണം. ഭയന്ന് മാറി നിൽക്കുകയല്ല, അന്ധകാരത്തിന് മുമ്പിൽ മുട്ടുമടക്കുന്നു, നഷ്ടപ്പെടുകയില്ല. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണെന്ന് പറയുന്നു, പുളിമാവാണെന്ന് പറയുന്നു. പ്രകാശം, ഒരു മാനസാന്തരം ഉണ്ടാകണം. അത് മനോഭാവത്തിൽ മാറ്റം ഉണ്ടാകണം. നമ്മൾ പ്രകാശമാകേണ്ടത് നമ്മുടെ ജീവിതശൈലിയിലൂടെയാണ്, നമ്മുടെ കാഴ്ചപ്പാടിലുള്ള മാറ്റത്തിലൂടെയാണ്. നമ്മുടെ വിശ്വാസം, നമ്മുടെ പ്രവൃത്തി പ്രകടമാകണം. അത് സമ്പത്ത് ചുരുക്കൂട്ടാനോ ആഘോഷങ്ങളോ ആർഭാടങ്ങളോ നടത്താനോ അല്ല. എല്ലാവരെയും സ്നേഹിക്കുന്ന, പങ്കുവയ്ക്കുന്ന, സ്വയം ത്യജിച്ച് സ്വയം മറന്ന് ദൈവത്തിൻ്റെ മക്കളാണ് മറ്റുള്ള ആ ഒരു കാഴ്ചപ്പാടിൻ്റെ സഹോദരങ്ങളായി സ്നേഹിക്കുന്ന, ദൈവത്തെ പിതാവായി അംഗീകരിച്ച് വിശ്വസിക്കുന്ന ആ ഒരു മനോഭാവം പ്രകടമാകണം. അങ്ങനെ മറ്റുള്ളവർ ദൈവത്തെ കാണാനും സ്നേഹിക്കാനും പരസ്പരം സഹോദരങ്ങളായി കാണാനും സാധിക്കും. അപ്പോഴേ ഉള്ളിൽ പ്രകാശം ജനിക്കും. ചോദ്യം ഇതാണ്: എപ്പോഴാണ് അന്ധകാരം അവസാനിച്ച് പ്രകാശമാവുക? അടുത്ത് നിൽക്കുന്ന സഹോദരനാണെന്ന് എപ്പോൾ നിനക്ക് മനസ്സിലാവുന്നു, അപ്പോൾ നിന്നുള്ളിൽ പ്രകാശം ജനിക്കും. ആ ഒരു പ്രകാശം മറ്റുള്ളവരിൽ ജനിപ്പിക്കാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നിൻ വഴിയേ നടക്ക